1966 ശേഷം നടന്ന എല്ലാ ലോകകപ്പിലും ഗ്രൂപ്പ് ഘട്ടം താണ്ടാൻ ബ്രസീലിനായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം അവകാശപ്പെട്ട, അല്ലെങ്കിൽ അവർ ഒരു വലിയ തലപ്പൊക്കം എന്ന തരത്തിൽ കൊണ്ടു നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റെക്കോർഡ് കൂടിയാണ്. അപ്പോൾ ഇത്തവണയും ബ്രസീലിന്റെ കയ്യെത്തും ദൂരെയുണ്ട് ആ നേട്ടം. ഇനി അതിലേക്ക് ഒരു ജയം കൂടിയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ണീരിൻ്റെയും പരിക്കുകളുടെയും ഇരുണ്ട ദിനങ്ങളെ അതിജീവിച്ചാണ് നെയ്മാർ ജൂനിയറുടെ ഈ തിരിച്ചുവരവ്. ആ കംബാക്ക് അത് വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള വിരുന്ന് അത് തരും നെയ്മർ എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 4 വരയ്ക്കുള്ളിൽ ആവേശം അണപൊട്ടി ഒഴുകുകയാണ്. ചരിത്രം രചിക്കുന്ന ആ പച്ചപ്പുൽപ്പരപ്പിൽ വിസിലിന്റെ മുഴക്കം പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഗ്യാലറികൾ കടൽ പോലെ ഇരമ്പുകയാണ്. ആ ആരവങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ തന്റെ കാലുകളിലേക്ക് നോക്കി നിശബ്ദനായി നിന്നു. നെയ്മർ ഡ സിൽവ സാന്റോസ് ജൂനിയർ. തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്ത പോരാളിയുടെ വീറും വാശിയും പേറി വിധിയുടെ ചതുരംഗപ്പലകയിൽ അയാൾ വീണ്ടും കരുക്കൾ നീക്കാൻ ഇറങ്ങുകയാണ്. ഇത്തവണ എതിരാളികൾ സ്കോട്ട്ലൻഡാണ്. പ്രതിരോധത്തിന്റെ വൻമതിലുകൾ അയാളെ വരിഞ്ഞു മുറുക്കിയേക്കാം. ഓരോ ടാക്ലിങ്ങിലും ഗ്യാലറി ശ്വാസമടക്കി പിടിച്ചേക്കാം. പഴയ മുറിവിന്റെ വേദന വീണ്ടും ഉണരുമോ എന്ന ഭയം അയാളുടെ ഉള്ളിലുണ്ടായേക്കാം. പക്ഷേ പിന്നോട്ടില്ല. അത്രമേൽ വലുതാണ് ആ സ്വപ്നം. സാമ്രാജ്യം തിരിച്ചുപിടിക്കാനിറങ്ങുന്ന സുൽത്താന്റെ വൈകാരികമായ പടപ്പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ് ഫുട്ബോൾ ലോകം. തോറ്റുപോയവനല്ലെന്ന് ലോകത്തോട് വിളിച്ചോതാൻ, കാനറുകളെ എഴുതിത്തള്ളാനാകില്ലെന്ന് തെളിയിക്കാൻ. ഇതവസാന അവസരമാണെന്ന് അയാൾക്കറിയാം. കാത്തിരിക്കാം ആ സാമ്പാ താളത്തിനായി. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.